എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ് മൈൻഡ് സെറ്റിന്റെ മൂന്നാമത്തെ വീഡിയോ അല്ലേ. ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിക്സഡ് മൈൻഡ് സെറ്റ് അത്ര നല്ല മൈൻഡ് സെറ്റ് അല്ല. ഐ കാൺ ഗ്രോ, എന്നെ കൊണ്ട് എനിക്ക് ഗ്രോ ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒരുപാട് പ്രായമായി പോയി, ഞാൻ ലേഡി ആയി പോയില്ലേ, എനിക്ക് ഒരുപാട് കുട്ടികളായി പോയില്ലേ, അല്ലെങ്കിൽ എനിക്ക് പ്രായം കുറവാണ്, അത് കൂടുതലുള്ളവർക്കല്ലേ പറ്റൂ. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ മാത്രമാണ്. നമുക്ക് തടി കൂടിപ്പോയി, എന്താ തടി കുറച്ചുകൂടെ. സോ നമുക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റുകാരുടെ പ്രത്യേകതയാണത്. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ ഐ കാൺ ഗ്രോ എന്ന് പറയുന്നത്. ദെൻ അവരെപ്പോഴും ചലഞ്ചസിനെ അവോയ്ഡ് ചെയ്യും. ബിക്കോസ് ഫെയിലിയർ അവർക്ക് ഭയങ്കര ഭയമാണ്. ഫെയിലിയർ എന്നുള്ളത് ഒട്ടുമിക്ക എല്ലാവർക്കും ഭയമാണ്. പക്ഷെ അതിനുവേണ്ടി ചലഞ്ചസ് വരുമ്പോൾ ആ ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്തവരായിരിക്കും ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുകാർ എന്ന് പറയുന്നത്. ദെൻ അവർക്ക് ഏറ്റവും മറ്റൊരു പ്രത്യേകതയാണ്, മൂന്നാമത്തെ പ്രത്യേകതയാണ് ദേ വിൽ അൺഹാപ്പി. മറ്റുള്ളവരുടെ സക്സസിൽ അവർ അൺഹാപ്പി ആയിരിക്കും. നിങ്ങൾ സക്സസ് ആകുന്നു എങ്കിൽ ആ വ്യക്തികൾക്ക്, ഫിക്സഡ് മൈൻഡ് സെറ്റുകാർക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. എന്തുകൊണ്ട് അവൻ സക്സസ് ആയി, എന്തുകൊണ്ട് ഞാൻ ആവുന്നില്ല എന്നും ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് പേഴ്സൺ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ദെൻ അവരുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗിവ് അപ്പ് ഈസിലി ഫോർ സ്മോൾ പ്രോബ്ലം. അവരൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അവരൊരു ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങും. ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം കാണുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് ഗിവ് അപ്പ് ചെയ്യും. മതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകും. ഈ കാറ്റഗറിയിൽ നമ്മളുണ്ടോ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അങ്ങനെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഫെയിലിയർ ഈസ് പെർമനന്റ്. നമ്മുടെ തോൽവി ഒരു വട്ടം തോറ്റാൽ ഇത് പെർമനന്റ്, ഇതൊന്നും കഴിച്ചിലാവാൻ കഴിയില്ല എന്നും പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ആയിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് നമ്മളെങ്കിൽ ഇന്ന് നമുക്ക് റിച്ച് മൈൻഡ് സെറ്റിലേക്കോ അല്ലെങ്കിൽ നാളെ പറയാൻ പോകുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കോ നമ്മൾ മാറാം. Thank you very much to all listeners of Solution.